നിങ്ങൾ പെട്ടെന്നെത്തിയല്ലോ. വാതിൽ തുറന്ന ആള് രുദ്രനെ കാണി പുഞ്ചിരിയോടെ പറഞ്ഞു. അത് പിന്നെ വരാതിരിക്കുമോ സാം? ആവശ്യം ഞങ്ങളുടെ ആയി പോയില്ലേ? രുദ്രൻ അയാൾക്കായി കൈകൊടുത്തുകൊണ്ട് ഉള്ളിലേക്ക് കയറി. വാതിൽക്കൽ തന്നെ ഒന്നും മനസ്സിലാവാതെ നിൽക്കുന്ന ഡയാനയെയും കൺമഷിയെയും കാണി സാം അവരെ നോക്കി പുഞ്ചിരിച്ചു. രണ്ടാളും വരൂ. അവരുടെ നിൽപ്പ് കാണി സാം തന്നെ ഇരുവരെയും ഉള്ളിലേക്ക് ക്ഷണിച്ചു. രണ്ടാളും വാ, ഇത് നമ്മുടെ ചെറുക്കൻ തന്നെയാ. രുദ്രൻ സാമിനെ ചേർത്ത് പിടിച്ച് പറയുന്നത് കേട്ടപ്പോൾ ഡയാനയും കൺമഷിയും പതിയെ ഉള്ളിലേക്ക് കയറി. ഒരുപാട് അന്വേഷിച്ച് നടന്നു രുദ്രേട്ടാ? സാം സോഫയിലിരിക്കാൻ പറഞ്ഞുകൊണ്ട് അവർക്കായി കോഫി ഗ്ലാസ്സിലേക്ക് ഒഴിച്ചുകൊണ്ട് ചോദിച്ചു. നീ ഗൂഗിൾ മാപ്പ് ലിങ്ക് അയച്ചത് വന്നുകൊണ്ട് സ്പോട്ട് പെട്ടെന്ന് കിട്ടിയിരുന്നു. അവൻ്റെ ചോദ്യത്തിന് പുഞ്ചിരിയോടെ രുദ്രൻ മറുപടി പറഞ്ഞു. ഓരോ ഗ്ലാസ് വീതം ഡയാനയ്ക്കും കൺമഷിക്കും നേരെ നീട്ടി സാം. ആദ്യമൊന്ന് മടിച്ചെങ്കിലും രുദ്രൻ കുടിച്ചുവെന്ന് കാണിച്ചപ്പോൾ ഇരുവരും അത് വാങ്ങി. കൺമഷി ഭിത്തിയിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് ഫോട്ടോസ് ചുമരിൽ തറച്ചു വെച്ചിട്ടുണ്ട്. സാമും അമ്മയും അച്ഛനുമാണെന്ന് തോന്നുന്നു. എൻ്റെ അമ്മയും പപ്പയുമാണ്. ഇപ്പോൾ ഇവിടെയില്ല, രണ്ടാളും US-ലാണ്. കൺമഷിയുടെ നോട്ടം കാണി സാമ അവളെ നോക്കി പറഞ്ഞു. അവൾ അത് കേക്കെ ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. അല്ല, ആളെവിടെ സാം? രുദ്രൻ്റെ ചോദ്യം കേൾക്കെ പെട്ടെന്ന് സാമിൻ്റെ മുഖം പുച്ഛം വിരിഞ്ഞു. ദേ ആ മുറിയിലുണ്ട്. സാമും രുദ്രനും ആരെ പറ്റിയാണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലായില്ല. ഒന്നും അറിയാതെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ഡയാനയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഞാനൊന്ന് പുറത്തു പോവാണ്, നിങ്ങൾ ഇവിടെ നിൽക്ക്, പോയി പെട്ടെന്ന് വരാം. സാം മനഃപൂർവ്വം തങ്ങളെ അവിടെ നിർത്തി എങ്ങോട്ടോ പോകാൻ നിൽക്കുന്ന പോലെ തോന്നി ഡയാനയ്ക്ക്. ഈ ചെക്കൻ ഇവിടെ നിന്നൊന്ന് ഇറങ്ങട്ടെ, എന്നിട്ട് വേണം രുദ്രനോട് 2 വർത്താനം പറയാൻ എന്ന രീതിയിൽ തന്നെയാണ് ഡയാന നിൽക്കുന്നത്. പെട്ടെന്ന് തന്നെ സാം കാറിൻ്റെ കീ എടുത്ത് മൂന്നാളെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് വാതിലടച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. നിങ്ങളെന്താ പന്തം കണ്ട പോലെ ഇരിക്കുന്നേ? കാപ്പി കുടിക്ക്. രുദ്രൻ കുസൃതിയോടെ തങ്ങളെ നോക്കുവാണ്. അല്ല രുദ്ര, എന്താണ് ഇവിടെ നടക്കുന്നത്? എന്തിനാണ് ഞങ്ങൾ ഇവിടേക്ക് വിളിച്ചുകൊണ്ട് വന്നത്? നിനക്ക് നിന്റെ ഫ്രണ്ടിനെ കാണണമെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വന്നാൽ പോരെ, അതിന് ഞങ്ങൾ എന്തിനാ? ഡയാനയുടെ ശബ്ദമുയർന്നിരുന്നു. കൺമഷിയും ശരിയാണ് എന്നർത്ഥത്തിൽ അവനെ നോക്കി. ടെമ്പർ ആകാതിൻ്റെ ഡയാന, ആദ്യം നീ കാപ്പി കുടിക്ക്, എല്ലാം ഞാൻ പറയാം. അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരനെ കാണാൻ മാത്രം വന്നതല്ല നമ്മളിവിടെ. രുദ്രൻ്റെ മുഖം പെട്ടെന്ന് ഗൗരവം കൊണ്ട് നിറഞ്ഞു. പിന്നെ? കൺമഷിയാണ് ചോദിച്ചത്. മറ്റൊരാൾ കൂടെയുണ്ട് ഇവിടെ. അവൻ പതിയെ എഴുന്നേറ്റ് എന്നിട്ട് അവരോട് എഴുന്നേൽക്കാൻ പറഞ്ഞു. ആര്? ഡയാന പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു. അതിന് പക്ഷേ മറുപടിയൊന്നും പറഞ്ഞില്ല രുദ്രൻ. പകരം രണ്ടാളെയും കൊണ്ടൊരു മുറി ലക്ഷ്യം വെച്ച് നടന്നു. മാങ്ങ മുഴുവൻ തിന്ന് മനുഷ്യൻ്റെ വയറ് വേദനിക്കുന്നു. ഇന്ദു മുറിയിലിരിക്കുമ്പോഴാണ് വയറും താങ്ങി രാഗി വരുന്നത് കണ്ടത്. അവളെ കണ്ടപ്പോൾ തൊട്ട് ഇന്ദുവിന് ചിരി പൊട്ടി. എൻ്റെ രാഗിമോളെ, ഒരു മയത്തിലൊക്കെ തിന്നണ്ടേ? ഇന്ദു കുസൃതിയോടെ അവളെ പിടിച്ച് അരികിലെത്തിക്കൊണ്ട് ചോദിച്ചു. എന്തു പറയാനാ ചേച്ചി, എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ മാങ്ങ കണ്ടാൽ പിന്നെ എൻ്റെ കൺട്രോൾ പോകും. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് മാങ്ങ. ചേച്ചിക്കറിയോ, ഒറ്റയടിക്ക് 6-7 മാങ്ങ വരെ ഒറ്റയ്ക്ക് തിന്നും ഞാൻ. ഓ, തള്ളാണെങ്കിലും കേൾക്കാനൊക്കെ രസമുണ്ട്. പെട്ടെന്നാണ് മുറിയുടെ വാതിൽക്കൽ നിന്ന് രാജീവിൻ്റെ ശബ്ദം കേട്ടത്. അവനെ കണ്ടപ്പോൾ രാഗി ചുണ്ടുകൊട്ടി. അതിന് ഞാൻ ചേച്ചിയോടല്ലേ പറഞ്ഞത്, ഏട്ടനെന്താ? പുള്ളിക്കാരി ഇന്ദുവിന് നേരെ തിരിഞ്ഞിരുന്നുകൊണ്ട് പറഞ്ഞു. ഇന്ദു ചിരിക്കുന്നതിനിടയിലും തൻ്റെ നേരെ വരുന്ന 2 കണ്ണുകളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾക്കാകെ ഒരു പരവേശം പോലെ തോന്നി. രാഗിമോളെ, ഒന്നിങ്ങ് വന്നേ. അടുക്കളയിൽ നിന്ന് അമ്മയുടെ വിളി കേൾക്കെ അവളുടെ മുഖം ചുളിഞ്ഞു. ഓ, വല്ല പാത്രവും കഴുകാനായിരിക്കും. രാഗി പിറുപിറുത്തോണ്ട് എഴുന്നേറ്റു പോയി. അവളുടെ ചവിട്ടിത്തുള്ളിയുള്ള പോക്ക് നോക്കി നിൽക്കുന്ന ഇന്ദുവിൽ തന്നെയായിരുന്നു രാജീവൻ്റെ കണ്ണുകൾ. അവൾക്ക് വല്ലാത്ത മടി തോന്നി അവൻ്റെ മുൻപിലിരിക്കാൻ. ഇരുവർക്കുമിടയിൽ നിശബ്ദത മാത്രം സ്ഥാനം പിടിച്ചു കുറച്ചു നേരങ്ങൾ. എടോ, അവൻ തന്നെയാണ് സംസാരത്തിന് തുടക്കമിടാനായി അവളെ വിളിച്ചത്. അവൻ്റെ വിളി പ്രതീക്ഷിച്ച പോലെ അവനെ തിരിഞ്ഞു നോക്കി ഇന്ദു. താൻ ഓക്കെ അല്ലേ? അവൻ അവൾക്കരികിലേക്ക് നീങ്ങിയിരുന്നു. അവൾ ഒരു നിമിഷം എന്ത് പറയണമെന്നറിയാതെ പതർച്ചയോടെ നിന്നു. ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഒട്ടും ഓക്കെയല്ല. ഓരോ ദിവസവും തനിച്ചിരിക്കുമ്പോൾ അച്ഛയുടെ കുഞ്ഞോളെ എന്നുള്ള വിളിയാണ് ഓർമ്മ വരുന്നത്. ഒരു പക്ഷെ രാഗി ഇവിടെയില്ലെങ്കിൽ താൻ വല്ലാതെ ഒറ്റപ്പെട്ടു പോയേനെ എന്നവൾ ഒരു നിമിഷം ചിന്തിച്ചു. ഇന്ദു, വീണ്ടും ശബ്ദം ഉയർത്തി അവൻ വിളിച്ചപ്പോൾ മിഴികൾ ഉയർത്തി അവൾ അവനെ നോക്കി. ആ നിറഞ്ഞ കണ്ണുകൾ കാണി ചോദിക്കാനിരുന്നത് അവൻ പാതിയിൽ നിർത്തി. എനിക്ക് ആശ്വസിപ്പിക്കാനോ ചേർത്ത് നിർത്താനോ അറിയില്ല. അവൻ്റെ വാക്കുകൾ പാതിയിൽ മുറിഞ്ഞുപോയി. അവളൊന്നും മിണ്ടിയില്ല. ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ മനസ്സിലായി കാണുമല്ലോ ഇവിടെ ഇങ്ങനെയാണെന്ന്. ആ വായാടി ഉള്ളത് കൊണ്ടാണ് വീട് ഉണർന്നിരിക്കുന്നത്. ഇല്ലെങ്കിൽ ആകെ നിശബ്ദതയാണ്. അവൻ മിഴികൾ ഉയർത്തി അവളെ നോക്കി. ഒന്നും മിണ്ടാതെ തന്നെ നോക്കുവാൻ ബുദ്ധിമുട്ടുന്ന അവൾ ഒരു കൗതുകമായി തോന്നി അവന്.
ആ, രണ്ടെണ്ണവും കത്തിയടിക്കുവാണോ? രാഗി തിരിച്ചു മുറിയിലേക്ക് വന്നപ്പോൾ ഇന്ദുവിനോട് സംസാരിക്കുന്ന രാജീവിനെ കണ്ടപ്പോൾ കുസൃതിയോടെ അവൾ ഇന്ദുവിൻ്റെ അരികിൽ വന്നിരുന്നു. ചേച്ചിക്കറിയോ, ഈ ഏട്ടനെ പണ്ടൊരു പെൺകുട്ടിയെ വലിയ ഇഷ്ടമായിരുന്നു കേട്ടോ. പുള്ളിക്കാരി വന്നിരുന്നുകൊണ്ട് തനിക്കിട്ട് പണിയാൻ തുടങ്ങുവാണല്ലോ. ദൈവമേ, അതും ആസ്ഥാനത്ത് തന്നെ. അവൻ സ്വയം ഒന്ന് ആലോചിച്ച് പതിയെ എഴുന്നേൽക്കാൻ തുടങ്ങി. പോവല്ലേ ഏട്ടാ, ഞാൻ പറഞ്ഞു തീരട്ടെ. എന്നിട്ടുണ്ടല്ലോ ചേച്ചി, ആരാ ആളെന്നറിയുമോ? ഏട്ടൻ്റെ ക്ലാസ്സിലൊരു കൊച്ചാണേ, വലിയ ഇഷ്ടമായിരുന്നു പുള്ളിക്ക്. അങ്ങനെ ഇഷ്ടമാണെന്ന് പറയാൻ നിന്ന ദിവസമാണ് അറിയുന്നേ ആ കുട്ടിക്ക് ആ ക്ലാസ്സിൽ ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏട്ടനെയാണെന്ന്. രാഗിയുടെ പറച്ചിൽ കേട്ടാൽ തന്നെ അറിയാം ആള് ചുമ്മാ പുളു പറയുവാണെന്ന്. എന്നിരുന്നാലും ഇന്ദുവിന് അവളുടെ കുസൃതിത്തരം വലിയ ഇഷ്ടമാണ്. അത് കണ്ടിരിക്കാൻ തന്നെ ഒരു രസമുണ്ട്. എന്നാൽ ഞാൻ പോവാ. മനസമാധാനത്തോടെ പെണ്ണിനോടൊന്ന് സംസാരിക്കാൻ കൂടെ സമ്മതിക്കില്ല കുഞ്ഞിക്കുരുപ്പ്. രാജീവ് സ്വയം ഒന്ന് പറഞ്ഞുകൊണ്ട് പതുക്കെ എഴുന്നേറ്റ് പോയി. അത് കാണി രാഗി ഇടം കണ്ടിട്ട് ഇന്ദുവിനെ നോക്കി. ഒരു നിമിഷം അവനെ നോക്കി നിന്ന് ഇരുവരും. അവൻ്റെ മാനസമൈനെ പാടിപ്പോകുന്ന പോലെയുള്ള പോക്ക് കാണി ഇരുവരും അടുത്ത നിമിഷം പൊട്ടിച്ചിരിച്ചു പോയി. ഇന്ദുവിൻ്റെ മനസ്സിൽ വല്ലാത്ത ഇഷ്ടം തോന്നി. വെറുതെ ഒരിഷ്ടം തോന്നി. നിങ്ങൾ രണ്ടാളും വാ. ഡയാനയെയും കൺമഷിയെയും കൊണ്ട് രുദ്രൻ മുറിയിലേക്ക് നടന്നു. വാതിൽ തുറന്നതും കട്ടിൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന ആളെ കാണി കൺമഷിയുടെ കണ്ണുകളെ അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. രുദ്രേട്ടാ, അവൾ പേടിയോടെ അവൻ്റെ കൈകളിൽ പിടിമുറുക്കി. ആ മുഖം പേടി കൊണ്ട് ചുവന്നിരുന്നു. അത് മനസ്സിലായി എന്ന പോലെ രുദ്രൻ അവളെ ചേർത്ത് പിടിച്ചു. പക്ഷേ ഡയാനയുടെ അവസ്ഥ മറിച്ചായിരുന്നു. ഇനിയൊരിക്കലും ആരെ കാണരുത് എന്ന് ആഗ്രഹിച്ചു അയാൾ തന്നെ കൺമുന്നിൽ. അവൾക്കൊരു നിമിഷം തലകറങ്ങുന്ന പോലെ തോന്നി. അവൾ ഒരു ബലത്തിനായി അടുത്ത് കണ്ട മേശമേൽ പിടിമുറുക്കി. അപ്പോഴും ആ കണ്ണുകൾ വല്ലാതെ നിറഞ്ഞിരുന്നു. ആ ചുണ്ടുകൾ എന്നോ മറക്കാൻ ശ്രമിച്ച ആ പേര് വീണ്ടും ഒഴിഞ്ഞു. ആദർശ്. രുദ്ര, ഇവനെന്താ ഇവിടെ? ഡയാന പതർച്ചയോടെ രുദ്രനെ നോക്കി. ആ മുഖം പതിയെ ദേഷ്യം കൊണ്ട് ചുവന്നു തുടുത്തു. അത് പിന്നെ എൻ്റെ പെണ്ണിൻ്റെയും പെങ്ങളുടെയും ജീവിതം കുറച്ചു കാലത്തേക്കൊന്നുമില്ലാതെ ആക്കിയവനാണിവൻ. അതുകൊണ്ട് തന്നെ അവനെ നിങ്ങളുടെ മുൻപിൽ എത്തിക്കുക എന്നത് എൻ്റെ കർത്തവ്യമാണെന്ന് തോന്നി. രുദ്രൻ്റെ കണ്ണുകൾ ശാന്തമായി. ആ ചുണ്ടിൽ എന്നത്തെയും പോലെ പുഞ്ചിരി ഉണ്ടായിരുന്നു. ആദർശിൻ്റെ അവസ്ഥ മറിച്ചായിരുന്നു. മുഖമെല്ലാം മടികെട്ടി തിണർത്തി കിടക്കുന്നുണ്ട്. കവിൾ വീങ്ങിയിട്ടുണ്ട്. അവശതയോടെ കിടക്കുന്നവനെ കാണി ഡയാൻ അറപ്പോടെ മുഖം തിരിച്ചു. എനിക്ക് കാണണ്ട രുദ്ര ഇവനെ. ഇനിയും ഇവനെ കണ്ട എനിക്ക് എന്നെ തന്നെ നഷ്ടമാവും. പ്ലീസ്, നമുക്കിവിടെ നിന്ന് പോകാം. അവൾ അറിഞ്ഞതോടെ മുഖം തിരിച്ചു. എന്നാൽ കൺമഷിയുടെ മുഖത്ത് പകയെരിഞ്ഞു. രുദ്രൻ്റെ കൈകൾ പിടിച്ചിരുന്ന അവളുടെ വിരലുകൾ അമർന്നു അവനറിഞ്ഞു. എങ്ങോട്ടാണ് ഡയാന നീ പോകുന്നത്? എങ്ങോട്ടും പോകില്ല നീ. ഇവിടെ നിൽക്കണം. ഇത്രയും നാൾ മനസ്സിൽ കൊണ്ട് നടന്നതെല്ലാം ഇന്നത്തോടെ തീരണം. അതിനാണ് ഇവനെ ഇത്രയും കാലം അന്വേഷിച്ച് നടന്നതും കണ്ടുപിടിച്ച് നിങ്ങളുടെ മുൻപിൽ കൊണ്ട് നിർത്തിയതും. രുദ്രൻ മുഖം പെട്ടെന്ന് ദേഷ്യം കൊണ്ട് മാറിയത് ഇരുവരും ശ്രദ്ധിച്ചു. ഒന്ന് ചിന്തിക്കും മുൻപേ ആദർശിൻ്റെ അരകിലേക്ക് രുദ്രൻ ഓടിച്ചെന്ന് എന്നിട്ട് ബെഡിലേക്ക് കുനിഞ്ഞ് അവൻ്റെ കവിളിൽ ആഞ്ഞടിച്ചു. അവൻ വേദനയിൽ അലറി. ആലസ്യത്തിലായതുകൊണ്ട് തന്നെ വീണ്ടും അബോധാവസ്ഥയിലേക്ക് വീണു. നല്ല കൂടിയ ഇനമാണ് കുത്തിവെച്ചേക്കുന്നത്. ഇനി ലഹരി കിട്ടിയില്ല എന്ന് പരാതി പറയരുതിവൻ. രണ്ടുപേരെയും നോക്കി കട്ടിലിരുന്ന് പറയുന്നത് കണ്ട് കൺമഷി രുദ്രനെ നോക്കി. ഇവനെ കണ്ടിട്ട് ഒന്നും തോന്നുന്നില്ലേ നിങ്ങൾക്ക്? രുദ്രൻ അസ്വസ്ഥതയോടെ രണ്ടാളെയും നോക്കി. ഡയാനയ്ക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോയാൽ മതി എന്നാണ്. എന്നാൽ കൺമഷിയുടെ മുഖം ചുവന്നിരുന്നു. ഇന്നലെ നിങ്ങൾ, നാളെ മറ്റൊരാൾ. അങ്ങനെ എത്ര പെൺകുട്ടികളെയാണ് ഈ നാറി. ഛേ! രുദ്രൻ ദേഷ്യം കൊണ്ട് മുഖം തിരിച്ചു. ദാ കത്തിയുണ്ട്, ബ്ലേഡുണ്ട്, കയറുണ്ട്. വേറെ എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി, ഞാൻ എത്തിക്കും. ഇവന് വേണ്ട ശിക്ഷ അത് നിങ്ങളുടെ കൈകൊണ്ട് വേണം. രുദ്രൻ പതിയെ എഴുന്നേറ്റു. എന്നിട്ട് കൺമഷിയുടെ തോളിൽ കൈവച്ച് അവളെ ചേർത്ത് പിടിച്ചു. നിന്റെ എല്ലാമല്ലേ ഞാൻ. ആ കണ്ണുകളിലെ പ്രണയം അവൾക്ക് തിരിച്ചറിയാമായിരുന്നു. അവളിൽ നേർത്ത മൂളൽ മാത്രം. എന്ന് ചെല്ലടി. അവൾ അവനെ മുന്നിലേക്ക് തള്ളി. ബെഡിൽ കിടക്കുന്നവൻ്റെ അരികിലേക്ക് ചേർ പതിയെ അവൾ ആഞ്ഞു. രുദ്രേട്ടൻ ഞാൻ എന്ത് ചോദിച്ചാലും തരുമെന്നല്ലേ പറഞ്ഞത്? ബെഡിനരികിൽ നിന്ന് അവളിൽ വല്ലാത്ത ഭാവം നിറഞ്ഞു. അവനൊന്ന് മൂളി. എന്നാ എനിക്ക് ആസിഡ് വേണം. സംഘടിപ്പിച്ചു തരാൻ പറ്റുമോ? അവളുടെ ചോദ്യം കേട്ട് ഡയാന ഞെട്ടി അവളെ നോക്കി. ആ കണ്ണുകളിൽ മുൻപ് കണ്ട കുസൃതിയില്ല, ചിരിയില്ല, പ്രണയമില്ല, പക മാത്രം. അവനൊന്ന് മൂളി പുറത്തേക്ക് നടന്നു. അവൻ്റെ പോക്ക് കാണേ ഡയാന അവളുടെ അരികിലേക്ക് നടന്നു. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ കൺമഷി? എന്താണ് ചെയ്യുന്നതെന്ന് വല്ല നിശ്ചയമുണ്ടോ നിങ്ങൾക്ക് രണ്ടാൾക്കും? ഡയാനയുടെ ശബ്ദമുയർന്നു. എന്നാൽ കൺമഷിയുടെ കണ്ണുകൾ അപ്പോഴും ബെഡിൽ കിടക്കുന്ന ആദർശി തന്നെയായിരുന്നു.
പിന്നെ എന്താ വേണ്ടത് ചേച്ചി? ചേച്ചി തന്നെ പറ. ഇവനെതിരെ പോലീസിൽ പരാതി കൊടുത്ത് അവൻ കൂളായി ഇറങ്ങി പോരുന്നത് കാണണോ? അതോ ജയിലിൽ പോയി തിന്ന് വീർക്കുന്നത് കാണണോ? എനിക്ക് വേണം ചേച്ചി ഇവനെ. ഇന്നെനിക്ക് ഇവനെ വേണം. എൻ്റെ പക തീരുന്നത് വരെ വേണം. അവൾ നന്നായി കിതച്ചിരുന്നു. അപ്പോഴേക്കും രുദ്രൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് പാത്രവുമായി വന്നു. ഇത് കുറച്ച് റിസ്ക്കാണ് കൺമഷി. അവൾക്കായി നീട്ടുമ്പോൾ അവൻ പതിയെ പറഞ്ഞു. പേടിയുണ്ടോ രുദ്രേട്ടന്? ആ കണ്ണുകളിൽ ചെറുപുഞ്ചിരി വിരിഞ്ഞു. പക്ഷേ അവൻ നിശബ്ദനായിരുന്നു. എനിക്കെന്തിനാണ് പേടി കൺമഷി? പേടിക്കേണ്ടത് ഇവനല്ലേ? അവൻ അവളെ തന്നോട് ചേർത്ത് പിടിച്ചു. എന്നിട്ട് ആ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി. പാതി ആലസ്യത്തിൽ കണ്ണു തുറന്ന ആദർശ് കാണുന്നത് തൻ്റെ അരികിൽ നിൽക്കുന്ന കൺമഷിയെയാണ്. അവളെ കണ്ടപ്പോൾ അവൻ്റെ കണ്ണുകൾ വിടർന്നു. നീയോ? അവൻ വിശ്വാസം വരാതെ ഒന്നുകൂടെ കണ്ണ് വലിച്ചു തുറന്നു. അതെ, ഞാൻ തന്നെ. വിശ്വാസം വരുന്നില്ലേ നിനക്ക്? അവൻ്റെ അരികിലേക്ക് ഒന്നുകൂടെ ചേർന്ന് നിന്നവൾ വശ്യമായി പുഞ്ചിരിച്ചു. അവൻ ആ മുറി ചുറ്റും നോക്കിയപ്പോൾ ആരും തന്നെ ഇല്ല മുറിയിൽ. അത് കണ്ടപ്പോൾ അവൻ്റെ കണ്ണുകൾ ഒന്നുകൂടെ തിളങ്ങി. ആ നേരം കൊണ്ട് രുദ്രനും ഡയാനയും മുറി വിട്ടു പോയിരുന്നു. അവൻ കൺമഷിക്കരികിലേക്ക് മുഖം ചേർത്ത് ആഞ്ഞുശ്വസിച്ചു. ആ വേദനയ്ക്കിടയിലും അവൾ അവനൊരു ലഹരിയായി മാറി. നിനക്ക് വല്ലാത്ത മണമാണ് കൺമഷി. ഇത്രയായിട്ടും നിന്റെ ഭംഗി ഒട്ടും കുറഞ്ഞില്ലല്ലോ. അവൻ്റെ കാമം കത്തുന്ന കണ്ണുകൾ കാണി അവളിൽ അറപ്പ് നിറഞ്ഞു. അതെ, വല്ലാത്ത മണമായിരിക്കും ഇപ്പോൾ എനിക്ക്, പകയുടെ മണം. അവൾ അവനിൽ നിന്ന് അകന്നു മാറി. മേശമേലിരുന്ന കത്തിയെടുത്ത് അതിൻ്റെ മൂർച്ച ഒന്ന് നോക്കി. എന്നെ കൊല്ലാൻ പോവാണോ നീയ്? അവൻ്റെ പുരികം ചുളിഞ്ഞു. തൻ്റെ മുൻപിൽ പെട്ടിട്ടും അവൻ്റെ മുഖത്ത് അല്പം പോലും പേടിയില്ല എന്നത് കൺമഷിയിൽ വല്ലാത്ത ദേഷ്യം നിറച്ചു. ഏയ്, മരണം നിനക്കുള്ള ചെറിയ ശിക്ഷയല്ലേ ആദർശ്? അതുമല്ല, ജനനവും മരണവുമൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്. അവൾ അത് പറഞ്ഞുകൊണ്ട് അവനിലേക്ക് കുനിഞ്ഞു. എന്നിട്ട് പാൻ്റ് അഴിച്ചു. അത് കണ്ടപ്പോൾ ആദർശ് അവളെ പേടിയോടെ നോക്കി. എന്താ നീ ചെയ്യാൻ പോകുന്നത് കൺമഷി? ആ ശബ്ദം പേടികൊണ്ട് വിറച്ചു. നിനക്ക് പേടിയോ? എന്തിന്? ഒത്തിരി പെൺകുട്ടികളെ ആസ്വദിച്ചവനല്ലേ നീ? ഇനിയും ആസ്വദിക്കണ്ടേ നിനക്ക്? അവൾ പാൻറ് താഴ്ത്തി അവൻ്റെ പാൻറ്റീസ് അഴിച്ചു മാറ്റി. വേണ്ട കൺമഷി, പ്ലീസ്. അവൻ എന്തോ നടക്കാൻ പാടില്ലാത്തതാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലായ പോലെ അവളിൽ നിന്ന് മാറാൻ ശ്രമിച്ചു. പക്ഷേ കാലും കൈയും കട്ടിൽ കെട്ടിയിട്ടിരിക്കുന്നത് കൊണ്ട് അതിന് സാധിച്ചിരുന്നില്ല. ഇനി നീ ഇതും കൊണ്ട് ഒരു പെണ്ണിനെ പോലെ ഉപദ്രവിക്കാൻ പാടില്ല. പെണ്ണെന്ന് പറഞ്ഞ വെറും ഭോഗിക്കാൻ മാത്രം ഉള്ളതല്ല എന്ന് നീ അറിയണം. അവൾ കത്തിയെടുത്ത് അടിനാഭിക്ക് താഴെയായി അവൻ്റെ സ്വകാര്യ ഭാഗത്ത് അമർത്തി വരഞ്ഞു. അവൻ വേദന കൊണ്ട് അലറി. ഏയ്, എന്താ ഇത്? കരയുന്നു? കരയാൻ പാടില്ല. കരഞ്ഞാലേ ഇത് ഞാൻ ഇവിടെ വെച്ച് ഒരമർത്തലായിരിക്കും. അവൾ കത്തി നേരെ മുകളിലേക്ക് കൊണ്ടുവന്ന് അവൻ്റെ ചുണ്ടിന് കുറുകെ വെച്ച് മിണ്ടരുത് എന്ന് കാണിച്ചു. പക്ഷേ അവന് വേദന സഹിക്കാൻ പറ്റിയിരുന്നില്ല. അവൻ വീണ്ടും അലറാൻ തുടങ്ങിയപ്പോൾ അവൾ അവൻ്റെ മുകളിൽ കയറി നിന്ന് ഒരു വലിയ തുണിയെടുത്ത് അവൻ്റെ വായിൽ കുത്തിക്കയറ്റി. മിണ്ടരുത് നീ. ഇങ്ങനെയല്ലേ അന്ന് നീ എന്നെ ഉപദ്രവിച്ചത്? അവൾ പറയുന്നതോടൊപ്പം തന്നെ വീണ്ടും താഴേക്ക് ചെന്ന് അവിടെ ഒന്നുകൂടെ വരഞ്ഞു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഒരിറ്റ് കണ്ണുനീർ കവളിലൂടെ ഒഴുകിയിറങ്ങി. ഇത് നിന്നെ പോലുള്ളവർമാർക്ക് പാഠമാണ് ആദർശ്. അവൾ പെട്ടെന്ന് കയ്യിലെ ആ ആസിഡ് പാത്രം എടുത്തു. എന്നിട്ട് അതിൻ്റെ ക്യാപ്പ് തുറന്ന് കത്തി കൊണ്ട് മുറിപ്പെടുത്തിയ സ്ഥലത്തൊഴിച്ചു. അവൻ വേദന കൊണ്ട് കിടന്നു പുളഞ്ഞു. ഒരു പുക ഉയർന്നൊഴിച്ച ഭാഗത്ത് നിന്ന് അവൾ വേഗം തൻ്റെ ഷോള് കൊണ്ട് മുഖം മറച്ചുകൊണ്ട് അവനിൽ നിന്ന് മാറി. അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകിയിറങ്ങുന്നത് കൺമഷി കണ്ടു. അത് കാണി അവളിൽ പുച്ഛത്തോടെയുള്ള ചിരി വിരിഞ്ഞു. കരയരുത് നീ. ഇതാണ് നിനക്ക് എൻ്റെ വകയുള്ള ശിക്ഷ ആദർശ്. ഇത് വലുതോ ചെറുതോ എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം എൻ്റെ ജീവിതമാണ് എനിക്ക് വലുത്. അതുകൊണ്ട് തന്നെ എൻ്റെ മനസാക്ഷിക്ക് വേണ്ടി ഇത് ചെയ്തേ പറ്റൂ. അവൾ കട്ടിൽ കിടന്നു പിടയുന്നവനെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചു. എന്നിട്ട് വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. ഹാളിൽ പ്രതീക്ഷിച്ച പോലെ രുദ്രനും ഡയാനയും ഇരിക്കുന്നുണ്ടായിരുന്നു. രുദ്രേട്ടാ, അവൾ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പൊട്ടിക്കരഞ്ഞു. അവളുടെ ഏങ്ങലുകൾ കേൾക്കി അവൻ അവളെ അവൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഏയ് പോട്ടടോ, ഞാനില്ലേ? അവൻ അവളുടെ മുടിയിൽ പതിയെ തഴുകി. അവൻ്റെ സ്വരം ഇടറിയിരുന്നു. അവൻ്റെ നെഞ്ച് വല്ലാതെ പിടഞ്ഞു. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ഡയാനയും കരയുകയായിരുന്നു. അവളുടെ ഹൃദയം വല്ലാതെ പിടഞ്ഞു. അത്രമേൽ നൊന്തു. ഒന്നും മിണ്ടാതെ അവൾ തലകുനിഞ്ഞിരുന്നു. നമുക്ക് പോവാം. ഒരുപാട് നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം രുദ്രൻ അടുത്തിരിക്കുന്ന കൺമഷിയെയും ഡയാനയെയും നോക്കി. നിൽക്ക് രുദ്ര, എനിക്ക് ആദർശനെ ഒന്ന് കാണണം. ഒരു പക്ഷേ ഇതായിരിക്കും അവനുമായുള്ള അവസാനത്തെ കൂടിക്കാഴ്ച. ഡയാന പെട്ടെന്ന് തിരിഞ്ഞു നോക്കി പറഞ്ഞു. ഡയാന? രുദ്രൻ ചോദ്യഭാവേനെ അവളെ നോക്കി. ഏയ്, അവനെ ഞാനൊന്നും ചെയ്യില്ല.
അല്ലെങ്കിലും ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ അവൻ ഞാൻ കണക്ക് വിധിച്ചിരിക്കുന്നു. ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം നടത്തണം എനിക്ക്. അവൻ എനിക്ക് എത്രമാത്രം വിലപ്പെട്ടിരുന്ന ഒരാളായിരുന്നു എന്ന് പറയണം എനിക്ക്. ഡയാൻ അത്രമാത്രം പറഞ്ഞുകൊണ്ട് ആദർശിനെ കെട്ടിയിട്ട റൂമിലേക്ക് നടന്നു.